ഞാൻ നിങ്ങളുടെ ഒരേ ഒരു രാജാവ്. സോറി, എൻ്റെ ഫാൻസുകാരെ വിളിക്കുന്നതാണ്. എൻ്റെ പേര് അരുൺ മോഹനാണ്. ഞാൻ അടൂരിൽ നിന്ന് വരുന്നു. ഞാനൊരു ചെറിയ മ്യൂസിക്കാരനാണ്. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് വലിയൊരു വേദി കിട്ടുക എന്നുള്ളത്. ഇന്ന് സാക്ഷാത്കരിക്കുകയാണ് അമൃത ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സിലൂടെ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് ഈ കോമഡി മാസ്റ്റേഴ്സിലൂടെ സാധിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടെ വന്നെങ്കിൽ നിങ്ങൾക്കും വരാൻ കഴിയും. എന്നെപ്പോലെയുള്ളവർ മടിപിടിച്ചിരിക്കാതെ കഴിവുകൊണ്ട് മുന്നേറുക. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കോമഡി മാസ്റ്റേഴ്സിൽ കാണാം. ഓക്കെ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഞാൻ ഇത്രയും വിസിൽ ആർക്കും അടിച്ചിട്ടില്ലടാ. ഇരിക്കട്ടെ. യെസ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് അരുൺ മോഹൻ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എന്താ പറയുക, ആഗ്രഹിച്ച ഒരു വേദിയായിരുന്നു. ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം. അപ്പൊ എങ്ങനെയാ ഓരോന്നായിട്ട് നമ്മൾ തകർക്കുമല്ലേ? ആദ്യം ആരുടെ വോയിസ് എടുക്കാൻ പോകുന്നേ? ആസിഫ് അലിയുടെ. ആസിഫിക്കടെ കേക്കാം. എലി ഇത് ഞാനല്ലേ, ഞാൻ ഇങ്ങനെയല്ലേ, എനിക്കിന്റെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ലാണ്ട് പറ്റില്ല. നീ എന്നെ വിട്ട് പോകരുത്, ഞാൻ ഒറ്റയ്ക്കാവും. ആസിഫലിയുടെ ഒരു ലൈവ് ട്രൈ ചെയ്യുകയാണ്. ആ ചേട്ടൻ ആ സമയത്ത് എന്നോട് ചെയ്തയാണ്, അല്ലാതെ എനിക്ക് വിഷമമൊന്നുമില്ല. എതിരെ നിൽക്കുന്ന ആളെ മനസ്സൊന്നറിയാൻ ശ്രമിച്ച തീരാന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ല എലി, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഇല്ലേ, അത് നടന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ. അതുവരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള അരുണേ, അത് പൊളിച്ചു കേട്ടോ. ഞാൻ ഭയങ്കര ഫാനാണ് ചേട്ടന്റെ. നമ്മുടെ ചങ്കാണ്, എനിക്ക് അത്ഭുത ദൈവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ, സന്തോഷം. ശരി, അപ്പൊ ഇനി ആരുടെ വോയിസാ നമുക്ക് കേൾക്കാൻ പറ്റാ? അടുത്ത് സൂര്യയുടെ കേക്കാം. வாழ்க்கையில போனங்கடா என் அஞ்சலடா, என் அஞ்சல மச்சாவோ கொஞ்சம் சாப்பிடுறேன். ரெண்டு பாக்குறாங்கல்ல. പിന്നെ സൂര്യ ലൈവ് വോയിസ് ഇവിടെ വന്നാല് പറയുന്ന എല്ലാവർക്കും വണക്കം, நான் சூரிய பேசுறேன். அதான் எப்படி கேட்க சேட்டன் எல்லாரையும் பத்தி சொன்னாரு, என்னை பத்தி சொன்னாரு, கேள்விப்பட்டிருக்கேன், ஃப்ரெண்ட்ஷிப் பத்தி சொன்னாரு. அது எனக்கு ரொம்ப பிடிச்சிருது. ഓക്കെ, താങ്ക് യു. അരുണിന്റെ ഇൻസ്റ്റാ ഐഡിയുടെ പേരെന്താണ്? ഒരേ ഒരു രാജാവ്. ഒരേ ഒരു രാജാവ്. അതിടാനുള്ള ഒരു കാരണം പറഞ്ഞേ കേക്കട്ടെ. അത് ഞാൻ ലാലട്ടൻ ഫാനാണ്. എന്നെ വരയ്ക്കുന്നുണ്ട്. നമ്മുടെ അടുത്തല്ലേ ചെയ്യുന്നത്, ധൈര്യമായിട്ട്. അതല്ല, ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സ്റ്റേജിൽ. അതൊന്നും ഒരു കുഴപ്പമില്ല, നമ്മുടെ അടുത്താ നിൽക്കുന്നത്. ഞങ്ങളും അതെ, ആദ്യമായിട്ടാണ് കലാകാരന്റെ മുമ്പിൽ. ഈ പറയുന്ന വലിയ സ്റ്റേജ് ആർക്കുള്ളതാ? നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ പെർഫോമൻസ് ആണ് ഇതൊരു വലിയ സ്റ്റേജ് ആക്കി മാറ്റിയത്. അത്രേ ഉള്ളൂ. വീട്ടിലായിരിക്കും ഉള്ളേ? വീട്ടിലെ അച്ഛനമ്മ, പെങ്ങൾ, അപ്പൂപ്പൻ. പെങ്ങളുടെ പേരെന്നാ? അഖില. അഖില. അഖില ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മിമിക്രിയോ കാര്യങ്ങളോ? മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ടീച്ചറാണ്. കൊള്ളാം. അരുണ് കൊണ്ടുവന്ന അവിടെ ഇരുത്തിയ ആളുടെ പേര് എന്റെ ഏട്ടനാണ്. ഏട്ടന്റെ പേര് കൊച്ചച്ഛന്റെ മോനാണ്. കസിൻ. അരുൺ, ഈ വളർന്നു വരുന്ന കലാകാരെ കൂടെ അനുകരിച്ചൂടെ? അതെ, മണിക്കുട്ടൻ ഞങ്ങളെ പോലെ. ചേട്ടാ, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ കിട്ടല്ലേ ട്രൈ ചെയ്തിട്ടില്ല. എന്നെ അനുകരിക്കില്ല, കാരണം ഞാൻ വളരൂല്ല. മണിക്കുട്ടൻ ബ്രോനെ ഒരുപാട് പേര് അനുകരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മണിക്കുട്ടന് സൗണ്ട് എടുക്കാൻ പറ്റുമായിരിക്കും? അങ്ങനെ പറ്റത്തില്ല. ബിബിൻ ജോർജ്? അയ്യോ, അത് ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയിട്ടേ ആ ഏരിയയിലേക്കേ പോയിട്ടില്ല. ചെയ്തിട്ടില്ല. എന്തിന്, എന്ത് കാര്യത്തിന് ഒരാവശ്യമില്ല. ചോദിക്കേണ്ട വല്ല കാര്യമില്ല. ഇപ്പൊ അരുണ് സ്റ്റേജിൽ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിരുന്നടാന്ന് പറഞ്ഞിട്ട് എല്ലാരും പറയുന്ന ഒരു സംഭവം എന്തായിരുന്നു? സൂര്യ സാറും ഗംഭീരമായിട്ട്. ഇനി ആരൊക്കെ ഉണ്ട് ലിസ്റ്റില്? ലാല്, സിദ്ദിഖ് ലാലേ. ലാലേട്ടാ അതൊന്നും കാണണല്ലോ.
മനസ്സിൽ കുഴുക്കെടുപ്പുണ്ട് സകനായി കേൾക്കുന്നു കണ്ട് തവല പെറുക്കിട് കൂടെ സാരംഗി കേൾക്കുന്നു പെണ്ണ് കലകൾ പെറുക്കണ അതിര് കട്ടിപ്പാട്ടിൽ പോയിക്കിടതാറ് താളെ വെളുപ്പിന് നേരം കാത്ത് വർണ്ണക്കനവുകൾ നെയ്യണമാരൻ ബാക്കി വരെ എനിക്കറിയത്തില്ല. ഇങ്ങനെ പാട്ടിന്റെ അറ്റ ഇവിടെ ഇട്ട് കൊടുക്കരുത്. അവിടുന്ന് ഇപ്പൊ രക്ഷപ്പെട്ടല്ലേ. സൂപ്പർ ആയിരുന്നു ബ്രോ. ഒരേ ഒരു രാജാവിന്റെ ഫാനാണ് ലാലേട്ടൻ. ലാലേട്ടനെ അനുകരിക്കാറുണ്ടോ? ലാലേട്ടനെ അനുകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സ്റ്റേജിൽ വെച്ച് എന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്ക്. എന്തായാലും എന്താ മോനെ ഇനിയുണ്ടോ ഐറ്റംസ്? ഇല്ല, ഇത്ര പേര് ഇത്രേ ഉള്ളൂ. ശരി, അപ്പൊ ഇനി ഒരുപാട് ഐറ്റംസ് ആയിട്ട് വീണ്ടും വരണം. അതാണ് ഞങ്ങളുടെ ആരും. ഒറ്റയ്ക്ക് വരരുത്, വരുമ്പോ അനീതിയും കൂടെ കൂട്ടണം കേട്ടോ. എന്നാലും നമുക്ക് പാട്ടും മിമിക്രി എല്ലാം കൂടെ ആകുമ്പോ അടിപൊളിയാ. എന്താണ് ഇനി ആഗ്രഹങ്ങൾ? എന്താ കേക്കട്ടെ ആഗ്രഹങ്ങള്? എനിക്ക് ഇനിയും പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു വണ്ടി വേണം, ഒരു വീൽ ചെയർ വേണം. അതിന് കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പരിപാടിക്കൊന്നും പോകാൻ പറ്റത്തില്ല. പരിപാടിക്ക് അല്ലെങ്കിൽ ജോലിക്കായാലും പോകാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് വീൽ ചെയർ ആണോ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിക്കിന്റെ. എന്താ പഠിത്തം എന്താ കഴിഞ്ഞേ? +2 കഴിഞ്ഞിട്ടേക്കോ? +2 കഴിഞ്ഞല്ലേ? ഇനി പഠിത്തം മുന്നോട്ടേക്ക് പോകണം. അതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് ജോലി ചെയ്യണം എന്നുണ്ട്, ഷോകൾ ചെയ്യണം എന്നുണ്ട് അല്ലേ? ഇവിടുന്ന് എന്തായാലും ഷോകൾ എന്തായാലും അല്ലെ ഇനി ഓരോന്നോരോന്നായിട്ട് വരും. അതെ, എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരു ഹെൽപ്പുണ്ട്. എബി ചേട്ടൻ എന്ന് പറയുന്നത്. ആ ചേട്ടൻ എനിക്ക് നമ്പർ തന്നത്. ആ ചേട്ടനെ പറഞ്ഞു നീ രക്ഷപ്പെടണം, നീനെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞത് ആ ചേട്ടന്. പിന്നെ ശ്രീരാഗ ചേട്ടൻ, പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ നാട്ടുകാർ, എല്ലാവർക്കും വലിയ നന്ദി. പിന്നെ എൻ്റെ ഫാൻസ്. അവരുണ്ടെങ്കിലും ഞാനുള്ളൂ. എന്തൊരു കോൺഫിഡൻസ് ആണ്, എന്തൊരു കോൺഫിഡൻസാ. അവരില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ശരിയാ, അവരില്ലെങ്കിൽ ഞാൻ ഇല്ല. താങ്ക് യു. അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ? ഫോൺ എടുക്കുക, ഒരേ ഒരു രാജാവിനെ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുവാണ്. ഒരേ ഒരു രാജാവ്. ബക്ര ചേട്ടാ, ഈ ആസിഫ് അലിക്ക് അതൊന്ന് ഷെയർ ചെയ്യണേ. ഇതൊക്കെ അവിടെ എന്തായാലും എത്തിയിരിക്കും. ടെലികാസ്റ്റ് ആയി കഴിഞ്ഞാൽ അജയൻ ചേട്ടല്ലേ? അജയൻ ചേട്ടൻ സൂര്യ സാറുമായിട്ട് നല്ല കമ്പനിയാണ്. ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെർഫോമൻസ് അയക്കുകയും ചെയ്യും. അയച്ചു കൊടുക്കണേ. എല്ലാവരും കാണും. ഞാൻ അങ്ങനെ അധികം ഫോളോ ചെയ്തിട്ടില്ല, പക്ഷെ ഒരേ ഒരു രാജാവിനെ ഞാൻ ഫോളോ ചെയ്യും. എന്റെ ലൈക്ക് അടിപൊളി അടിപൊളി. ഇനി ഫോട്ടോ എടുക്കണം. നമ്മളെല്ലാരും വന്നിരിക്കും. അതെ. വീണ്ടും വിരിയാം വൻ വിജയങ്ങൾ വന്നെതിരേൽക്കും കാലം വരവായി. ഒരേ ഒരു രാജാവ്. രാജാവിന്റെ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? രാജാവേ, എന്റെ അച്ഛനും ചേട്ടന്മാരും വന്നിട്ടുണ്ട്. അച്ഛനും ചേട്ടൻ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യണം പ്ലീസ്. അച്ഛാ നമസ്കാരം. അച്ഛാ നമസ്കാരം ഉണ്ട്. എന്താ അച്ഛന്റെ പേരെന്താ? മോഹനൻ. മോഹനൻ. അച്ഛൻ എന്ത് ചെയ്യുന്നു? കൂലിപ്പണിയാ. അടൂരാണ് അല്ലേ? കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വരെ നമ്മുടെ അരുൺ വന്നെത്തിയിരിക്കുകയാണ്. അച്ഛൻ എന്താ തോന്നുന്നേ? സന്തോഷം. സന്തോഷം, അത് മാത്രമേ പറയാനുള്ളൂ. ഭയങ്കര സന്തോഷം. അരുണിന്റെ കുട്ടിക്കാലത്തൊക്കെ അരുൺ ഇതുപോലെ കലാപ്രകടനങ്ങളൊക്കെ അത്തരത്തിലുള്ള വാസനകളൊക്കെ കാണിച്ചു തുടങ്ങിയായിരുന്നോ? പിന്നെ അനുകരണവും വെരി ഗുഡ്. നാട്ടിൽ മിമിക്രിയൊക്കെ പറയും. നാട്ടിലെ താരം. വീട്ടില് തമാശ പറയോ? ഇല്ലല്ല. കൗണ്ടർ അടിക്കും അച്ഛനടുത്ത്? അതൊക്കെ അടിക്കും. ബ്രദറിന്റെ പേരും ബ്രദറിനെയും കൂടെ ഒന്ന് പരിചയപ്പെടാം. ബിനീഷ് കസിൻ ബ്രദർ ആണ് അല്ലേ? എപ്പോഴും ഷോയിനൊക്കെ പോകുമ്പോ നിങ്ങൾ ഒരുമിച്ചാണോ സാധാരണ പോവാറുള്ളത്? നല്ല കാര്യം, നല്ല കാര്യം. കൊണ്ടുനടക്കുന്നതൊക്കെ വിനീഷേട്ടനാണോ? ഞാനും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സച്ചു പറയുന്നത്. അങ്ങനെ കൂടുതൽ കൊണ്ടു നടക്കുന്നത്. ഈ പുള്ളിയെ കുറിച്ച് പുള്ളിയുടെ ക്വാളിറ്റി എന്താണ്? അവർക്കൊരു ആയി കൊടുക്കണം. എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഹായ്. അച്ഛാ, ഈ പാഷന് വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വീട്ടുകാരുടെ സപ്പോർട്ടാണ്. അപ്പൊ ബുദ്ധിമുട്ടുകൾ വേറെ ഒന്നും സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലേ? അച്ഛനെ ഈ പറയുന്ന പോലെ ജോലി നോക്കണം, ഇവര് കൂടെ പോകണം അല്ലേ? അയാളുടെ ആഗ്രഹം സാധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് പ്രത്യേക വേറെ ഒന്നും
ഇനി അങ്ങോട്ടേക്ക് അരുൺ മോഹന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് സാധിക്കട്ടെ. ഒരേ ഒരു രാജാവായിട്ട് വിലസണം കേട്ടോ. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും എല്ലാവിധ പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ചെറിയൊരു സ്നേഹ സമ്മാനം ഞങ്ങൾ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, യെസ്. മാസ്റ്റേഴ്സ്, അരുൺ മോഹന്റെ ആദ്യത്തെ വേദിയാണ്. ഇവിടെ നിന്നും ആദ്യത്തെ സമ്മാനം നേടാൻ പോവാണ്. ഇനി ഒരുപാട് വേദികൾ ലഭിക്കട്ടെ, ഒരുപാട് സമ്മാനങ്ങൾ നേടട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ അരുൺ മോഹൻ. ഓക്കെ പക്രു ചേട്ടാ, ഒരേ ഒരു രാജാവിനെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും ലണ്ടൻ ക്ലാസിക് നൽകുന്ന സമ്മാനം. സൂപ്പർ.